സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോവാണ് വൈഫ്. ബാക്ക് പെയിൻ ആണ്, ഒരിക്കലും ഡാൻസ് ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, എന്തായാലും ഭഗവതിക്ക് വേണ്ടിയിട്ടല്ലേ, നമുക്ക് രണ്ടുപേർക്കും കൂടെ നൃത്തം ചെയ്യാം, നമ്മുടെ ആരോഗ്യം ഒക്കെ ഭഗവതി കാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നൃത്തം ചെയ്തത്. ഞാനോട് ഇന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ശരിക്കും ഭയങ്കര സിവിയറായിരുന്നു പെയിൻ. ഇപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് അത് കംപ്ലീറ്റ് കളിച്ച് അവസാനിപ്പിക്കാൻ പറ്റി. ഭഗവതിയുടെ നന്ദി പറയുന്നു. അടുത്ത ഐറ്റത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ 1-2 വിവരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഈ ഭൂമിയുടെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് ചിദംബരം ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ പ്രതിഷ്ഠയുടെ അവിടെ നിന്നാണ്. അവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും അളന്നാൽ ഒരേ മെഷർമെൻ്റാണ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഞങ്ങൾക്ക് ഡാൻസിൽ പഠിക്കാനുള്ളൊരു വിഷയം കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഒരു ക്ഷേത്ര സന്നിധി ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ജനിക്കാൻ പറ്റിയതിനും അല്ലെങ്കിൽ ഈ മണ്ണിൽ വന്ന് പ്രാർത്ഥന നടത്താൻ പറ്റിയതും നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. എനിക്കൊരു സങ്കടമുള്ളത് നിങ്ങളെപ്പോലെ ഒരാളായിട്ട് ഇവിടെ ജനിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രം. കാരണം ഞാൻ 2-3 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. വന്ന സമയത്ത് ഇവിടെയുള്ള ഒരുപാട്, സത്യം പറഞ്ഞാൽ ഇവരൊക്കെ വീട്ടിൽ ഭാര്യേനെയും മക്കളെയും കണ്ടിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും. ശരിക്കും അവരുടെ അശ്രാന്ത പരിശ്രമം, നാട്ടുകാരുടെ സഹകരണം കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു മഹാ സംരംഭം തുടങ്ങാൻ പറ്റിയത് തന്നെ. നേരത്തെ ചിദംബരം ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ ദർശനത്തിന് നിൽക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ കിഴക്ക് വശത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് ദർശനം അങ്ങനെയായിരിക്കും. ഈ ക്ഷേത്ര മണ്ണിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിഴക്ക് വശത്തേക്ക് തിരിഞ്ഞാലും പടിഞ്ഞാറ് വശത്തേക്ക് തിരിഞ്ഞാലും ഭഗവതിയുടെയും ഭഗവാന്റെയും സംരക്ഷണം നമ്മൾക്ക് മുന്നിലും പിന്നിലും ഉണ്ട്. ഇനി വടക്ക് വശത്തേക്കോ തെക്ക് വശത്തേക്കോ നോക്കിയാൽ നമ്മുടെ ഇടവും വലവും ഭഗവതിയും ഭഗവാനും നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയും ഈ ക്ഷേത്രാങ്കണത്തിനുണ്ട്. ഞാൻ ഈ ക്ഷേത്രാങ്കണത്തിൽ വന്ന് നൃത്തം ചെയ്യാൻ ഒരു അവസരം തന്നതിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. ഞാൻ അടുത്തായിട്ട് അവതരിപ്പിക്കുന്നത്, കൈയടിച്ചോളൂ, നല്ല കാര്യങ്ങളല്ലോ, അതിന് മടി വിചാരിക്കേണ്ട. കാരണം നമുക്ക് എന്താ പറയുക, കൈയടിച്ചു കഴിഞ്ഞാൽ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് പ്രോത്സാഹനം മാത്രമല്ല, നമ്മുടെ ഓരോ സിരകളിലേക്കും എനർജി, അതിൽ ഭയങ്കര വൈബ്രേഷൻ കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് കൈയടിക്കുക എന്നുള്ളത്. സത്സംഗങ്ങളും നമ്മൾ ആഘോഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൈയടിച്ച് പാടുന്നതിൻ്റെ ലക്ഷണം അത് തന്നെയാണ്. ഏറ്റവും നല്ല കൈയടിക്കുന്നവർക്ക് ഏറ്റവും നല്ല എനർജി ഉണ്ടാവുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനാരും മടി വിചാരിക്കേണ്ട, കൈയടിക്കണം, കൈയടി വേണം അങ്ങോട്ട്. താങ്ക് യു. ഈ നൃത്തസന്ധ്യ ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഐറ്റം തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട്. കാരണം ഈ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഈ ദേശത്തുള്ള ആളുകളുടെ പരിശ്രമ ഫലമായി വീണ്ടെടുക്കുന്ന അല്ലെങ്കിൽ പുനരുദ്ധാരണം നടക്കുന്ന എനർജി കൂടുതൽ വന്ന് ഭവിക്കുന്ന ഒരു സന്ദർഭം കൂടിയിട്ടാണ് ഇത്. കാരണം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നൊരു ഐറ്റം ലാൽഗുഡി ജയറാം സാറിൻ്റെ അങ്കേർക്കണ്ണി എന്നാരംഭിക്കുന്ന വർണ്ണമാണ്. നവരസം, ദേവിയുടെ ഓരോരോ കഥകൾ, ദേവിയുടെ ഓരോരോ ഭാവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. പല്ലവിയിൽ ദേവിയുടെ വർണ്ണനകളാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു വിവരണത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നർത്തകരും നൃത്തം ആസ്വദിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ചില മുദ്രകൾ കാണുമ്പോൾ നിങ്ങൾ നൃത്തം ആസ്വദിക്കുമ്പോൾ ഡാൻസ് അറിയാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലിറിക്സ് ശ്രദ്ധിക്കുക. ഭഗവതിയാണെങ്കിൽ, ശിവനാണെങ്കിൽ, മുരുകനാണെങ്കിൽ, ഏത് ദൈവത്തിനെ പറ്റിയിട്ടാണെങ്കിലും ആ ലിറിക്സിൽ ആ ദൈവനെ പറ്റിയിട്ടുണ്ടാവും, അതിൻ്റെ സ്റ്റോറി ഉണ്ടാവും. ഇനി കാണിക്കുന്ന മുദ്രകളും അഭിനയങ്ങളും നമ്മൾ നോർമൽ ലൈഫിൽ കാണിക്കുന്ന അതേ ചേഷ്ടകൾ തന്നെയാണ് ഡാൻസിലും കാണിക്കുന്നത്. അത് കൃത്യമായ താളത്തിലും കൃത്യമായ രാഗത്തിലും പർട്ടിക്കുലർ സമയത്ത് നമ്മൾ അവതരിപ്പിക്കുന്നു മാത്രം. അത്രേ ഡാൻസിന് വ്യത്യാസമുള്ളൂ. നമ്മളെല്ലാം ചലിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാ ചേഷ്ടകളും ഡാൻസ് തന്നെയാണ് ശരിക്കും. പല്ലവിയിൽ വിവരിക്കുന്നത് ദേവിയുടെ അങ്കലാവണ്യമാണ്, സൗന്ദര്യശാസ്ത്രമാണ്. അനുപല്ലവിയിൽ വിവരിക്കുന്ന കഥ പാണ്ഡ്യ മഹാരാജാവിന് പുത്രഭാഗ്യമില്ലാതിരുന്ന സമയത്ത് പുത്രകാമേഷ്ടി യാഗം നടത്തുകയും യാഗത്തിൻ്റെ അവസാനത്തിൽ 3 മാറോട് കൂടിയിട്ട്
ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. ആ ജനിക്കുന്ന കുട്ടിക്ക് 3 മാറാണ്, 3 ബ്രസ്റ്റോട് കൂടിയിട്ടാണ് ആ കുട്ടി ജനിക്കുന്നത്. അദ്ദേഹത്തിന് വളരെയധികം സങ്കടമുണ്ടായി. അല്ലയോ ഭഗവാനെ, ഞാനൊരു പുത്രന് വേണ്ടി യാഗം ചെയ്ത് എനിക്ക് ഒരു പുത്രീനാണല്ലോ തന്നത്, അതും ഇങ്ങനെ ഒരു വിരൂപം പോലെ തോന്നിപ്പിക്കുന്ന ഒരു കുട്ടീനെയാണല്ലോ എനിക്ക് തന്നതെന്ന് പറയുമ്പോൾ ഒരു അശരീരി വരികയാണ്. അല്ലയോ മഹാരാജൻ, നിങ്ങളൊരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പുത്രന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ 4 ഇരട്ടി കഴിവുകളോട് കൂടിയിട്ടാണ് മീനാക്ഷി എന്ന് പേര് വിളിച്ചിട്ട് നീ ഇവളെ വളർത്തുക. അവൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപവും എല്ലാം തിരിച്ചു കിട്ടും. ആന, കുതിര, തേര് എന്നിവയിൽ അഗ്രപ്രാവണ്യമുള്ളവളാണ്. യുദ്ധത്തിൽ അസാമാന്യ വൈവിധ്യമുള്ളവളാണ്. അതുകൊണ്ട് എന്ന് യുദ്ധം നയിച്ച് ഭഗവതിക്ക് പറഞ്ഞിട്ടുള്ള ഒരു വരനെ എന്ന് കാണുന്നോ അന്ന് അവളുടെ 3ാമത്തെ മാറ് അപ്രത്യക്ഷമാവും. അപ്പോൾ ആ കാണുന്ന ആൾക്ക് ഇവളെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് അശരീരി ഉണ്ടാവും. തുടർന്ന് മീനാക്ഷി വളർന്ന് വലുതാകുന്നു. നഷ്ടപ്പെട്ട പ്രതാപങ്ങളും വീടും എല്ലാം പിടിച്ചടക്കിക്കൊണ്ട് കേൾക്കുന്നു ഹിമാലയം, കൈലാസം, അവിടെ അങ്ങനൊരു സ്ഥലമുണ്ടെന്നും അവിടെ തപസ് ചെയ്യുന്ന ശിവൻ എന്ന് പറഞ്ഞ ഒരു മഹാവ്യക്തി ഉണ്ടെന്നും പറയുന്നു. അദ്ദേഹത്തിനും കൂടെ കീഴ്പ്പെടുത്തണം, എന്നാലാണ് എൻ്റെ ജന്മം പൂർണ്ണമാകൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഭഗവതി ആന, കുതിര, തേര് എല്ലാം കൂടെ പട നയിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ധ്യാനത്തിലിരിക്കുന്ന ഭഗവാൻ ശിവനെ ദർശിക്കുകയും മാത്രയിൽ തന്നെ ഭഗവതിയുടെ ഒരു മാറ പ്രത്യക്ഷമാകുകയാണ്. ഭഗവതിക്കറിയാം ഇത് എനിക്ക് വിധിച്ചിട്ടുള്ള വരനാണെന്ന്. ഭഗവതി തിരിച്ചറിയുകയും ഭഗവാനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ 2 ക്ഷേത്ര സന്നിധിയുടെ നടുവിൽ ഇങ്ങനൊരു നൃത്തം അവതരിപ്പിക്കാൻ പറ്റുന്നത് മഹാഭാഗ്യമായി കരുതുന്നു. തുടർന്ന് വരുന്ന ചരണം ദേവിയുടെ ഭക്തിരസപ്രധാനമായ കുറേ കാര്യങ്ങളാണ്. ഓരോ സ്വരങ്ങളും സാഹിത്യങ്ങളും നവരസത്തിനോട് സാദൃശ്യപ്പെട്ട കഥകൾ ഉപമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു.